ഇന്ന് ഒരു വീട്ടില് ഒരാളെങ്കിലും ഒരു മാരക രോഗമുള്ള ആൾക്കാർ ഉള്ള അവസ്ഥയെ മാറി. അതിന്റെ കാരണം മുഴുവനും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാത്രമാണ്. സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ബി ഡൺ? അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണ്? ഹൗ ടു ബി സ്റ്റാർട്ടഡ്? നമ്മൾ രാവിലെ ഉറക്കം എണീറ്റണത് ഭയങ്കര ഹാപ്പി ആയിട്ടാണോ? മിക്കവാറും ആൾക്കാർ വെരി ടയേർഡ്, എണീക്കാനേ തോന്നണില്ല, അതേപോലെ ഭയങ്കര ഹെഡ് ഏക്ക്, എനർജി കുറവ്, മടി, ഉന്മേഷക്കുറവ്. ഒരു ചായ കുടിക്കാണ്ട് ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം അല്ലേ? ചായയോ കാപ്പിയോ ഇല്ലാണ്ട് പറ്റില്ല. ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാലോ? വിശന്നിട്ടാണ് ഊണ് കഴിക്കുന്നത്, ശരീരത്തിൽ എനർജി ഡ്രോപ്പ് വന്നപ്പോഴാണ് ഊണ് കഴിച്ച ഉടനെ അതിനും വലിയ എനർജി ഡ്രോപ്പ്, പോയി കിടന്ന് ഉറങ്ങണം, എണീറ്റ് നിൽക്കാനുള്ള നമുക്ക് ഇതില്ല, ക്ഷീണം, കംപ്ലീറ്റ്ലി ക്ഷീണം അല്ലെ? ഇനി വൈകുന്നേരം വീട്ടിൽ കയറി കഴിഞ്ഞാലോ? വൈകുന്നേരം വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ 100% എനർജി ഡ്രോപ്പ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അയ്യോ എനിക്ക് വയ്യ, ഇനി എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല. ഇങ്ങനെയാണോ നമ്മളെല്ലാരും? യെസ് ഓർ നോ? നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ? പക്ഷെ നമ്മുടെയൊക്കെ വിചാരം എന്താണെന്ന് അറിയോ? എല്ലാവരും ഇങ്ങനെയാ, പിന്നെ ഞാനും ഇങ്ങനെയാണെങ്കിൽ എന്താ തെറ്റുള്ളത്? അപ്പൊ എല്ലാവരുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണെന്നല്ല, ശരിക്കും ഇങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത്? അല്ലെ? നമ്മൾ ഇങ്ങനെ ജീവിച്ചിട്ട് ദിവസം രാവിലെ എണീറ്റ് തലവേദന, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, അലർജി, സ്ട്രെസ്, ഈ സ്കിൻ ഇഷ്യൂസ്, ഇതൊക്കെ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ലൈഫ് സ്റ്റൈലിനകത്ത് വന്നുകൊണ്ടിരിക്കുക ഓരോരോ പ്രശ്നങ്ങൾ. ഇതിനൊക്കെ നമ്മൾ മരുന്ന് കഴിക്കേണ്ട അപ്പുറത്ത് അത് വേറെ കാര്യം. ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണില്ല. അപ്പൊ മനുഷ്യൻ പ്രകൃതിയിലെ ഒരു അത്ഭുത സൃഷ്ടിയാണെന്ന് സ്വയം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ അതിനെ നമ്മൾ സ്വയം സുഖപ്പെടുത്താം, കറക്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഈ ഒരു മാജിക്കൽ, എന്താ പറയുക, മാജിക് ക്രിയേഷൻ ആണ് ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ. എന്നിട്ടും ഈ കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന്റെ ഉത്തരം ലളിതാണ്: ശരീരത്തിന്റെ ഭാഷ നമ്മൾ മറന്നുപോയി. ശരീരത്തിന്റെ ഭാഷ എന്താണെന്ന് നമ്മൾ എല്ലാവരും മറന്നുപോയതാണ് സത്യത്തിലുള്ള അവസ്ഥ. അതാണ് എന്റെ വാസ്തവം. ശരീരത്തിന് എന്ത് വേണമെന്ന് കേൾക്കാനായിട്ട് നമ്മൾ മറന്നു. ശരീരം എങ്ങനെയാ ഒരു ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ എന്താ വേണ്ടത്? നമുക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം നമ്മുടെ കോശങ്ങളുടെ എല്ലാത്തിന്റെ ആരോഗ്യം നന്നാക്കി വെക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കണം നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവന്റെ അടിസ്ഥാനമായ വെള്ളം കുടിച്ചോണ്ട് വേണം നമുക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചോണ്ട് നമ്മുടെ ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് വെള്ളം എന്ത് കുടിക്കണം, ഏതൊക്കെ ടൈപ്പ് വെള്ളം കുടിക്കണം, ഓരോ ഹെൽത്ത് കണ്ടീഷൻസിന് എന്തൊക്കെ, അതൊക്കെ നമുക്ക് ഇനി വരുന്ന വെബിനാറിൽ അതൊക്കെ ഉണ്ടാവും. അപ്പൊ സാധാരണഗതിയിൽ ഒരു ചൂടുവെള്ളം, നല്ലൊരു ചൂടുവെള്ളം, ഭയങ്കര തിളച്ച വെള്ളമല്ല, ചൂടുവെള്ളം, നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂടുവെള്ളം ഒരു 1-2-3 ഗ്ലാസ് കുടിച്ചോണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സാധാരണ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ദാഹം വരുമ്പോൾ മാത്രമാണ് നമ്മൾ വെള്ളം കുടിക്കണം. പക്ഷെ അത് ശരീരത്തിന്റെ അവസാനത്തെ ഒരു വാർണിംഗ് ആണ്. ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ ഒരു ചെടി കണ്ടോ? ഈ ചെടി വാടി തളർന്ന് കിടക്കണ കണ്ടില്ലേ? നമ്മൾ ആ ഒരു കണ്ടീഷൻ കാണുമ്പോൾ അയ്യോ ചെടി വാടി കിടക്കണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിന്റെ ഇലയൊക്കെ ഒന്ന് നിവർന്നു, അതിന്റെ തണ്ടൊക്കെ ഒന്ന് നിവർന്നു. അതേപോലെയാണ് നമുക്ക് ദാഹം വന്നിട്ട് വെള്ളം കുടിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ രണ്ടാമത് ബോഡിയെ റെഡിയാക്കി കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദാഹം വരുമ്പോഴല്ല വെള്ളം കുടിക്കണം. അത് ലാസ്റ്റ് ആയിട്ടുള്ളൊരു ഇന്റിമേഷൻ തരുന്നതാണ്.